ഇനി അടുത്തെടുക്കാൻ പോകുന്നതാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു RBDയിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മളുടെ ഹെട്രോജീനിയസ് ആയ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പാക്കി മാറ്റും. ആ ഓരോ ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓരോ ബ്ലോക്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള V ട്രീറ്റ്മെൻറ്റ്സ് അലോട്ട് ചെയ്യും. അതിൻ്റെ ബ്ലോക്കിൻ്റെ സൈസ് V ആയിരിക്കും. അപ്പോൾ ഒരു ബ്ലോക്കിൽ ഓരോ എലമെൻസിനും ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ B ബ്ലോക്സിലുള്ള എല്ലാ ബ്ലോക്സിലും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റും ബ്ലോക്ക് എഫക്റ്റൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ലാറ്റിൻ സ്ക്വയർ ഡിസൈനാണ്. ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് 3 തരത്തിലുള്ള 3 എഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മെഷർ ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് മെഷർ ചെയ്യണം. അപ്പം ആ ഒരു കേസിൽ എങ്ങനെയാണ് നമ്മൾ RBD നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ RBDനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. The treatments in the RBD are randomly assigned to B blocks such that each treatment must occur in each block rather than assigning them at random over the entire set of experimental units as in the CRD. CRDയിൽ നമ്മൾ മൊത്തത്തിൽ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിന് റാൻഡം ആയിട്ടായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ RBDയിൽ നമ്മളങ്ങനെയല്ല, മൊത്തം എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ ബ്ലോക്കാക്കി മാറ്റി ചെയ്തു. There are only 2 factors, block and treatment effect. RBDയിൽ ബ്ലോക്ക് എഫക്റ്റും ഉണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എഫക്റ്റും ഉണ്ടായിരുന്നു, which are taken into account, and the total number of experimental units needed for complete replication are B into V. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര വേണ്ടിയിരുന്നു? B into V വീണായിരുന്നു. കാരണം B ബ്ലോക്സിൽ ഓരോ ബ്ലോക്സിലും V എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് B into V ആണ്. Where B and V are the number of blocks and treatments respectively. If there are 3 factors and suppose there are B, V and K levels, എന്ന് പറഞ്ഞാൽ അതിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. 3 ഫാക്ടേഴ്സിന് 3 ലെവൽസ് ഉണ്ട്, B, V, K ലെവൽസ് ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്തായിരിക്കും? ഇപ്പം 2 ഫാക്ടേഴ്സ് ബിയും വിയും മാത്രമായിരുന്നു. ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് B into V ആയിരുന്നു. ഇവിടെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 3 ഫാക്ടേഴ്സും B, V, K ലെവൽസിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് B into K ആയിരിക്കും. അപ്പോൾ അത്രയും എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് വേണം നമുക്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ. പക്ഷേ അത്രയും യൂണിറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എന്ത് ചെയ്യും, നമ്മുടെ എക്സ്പെരിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ടൈം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് RBD എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ശരിയാവില്ല. അപ്പോൾ നമ്മൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ യൂസ് ചെയ്യുന്നത്. In lattice square design, the experimental material is divided into rows and columns, each having the same number of experimental units, which is equal to the number of treatments. നമ്മളിവിടെ എന്ത് ചെയ്യും, ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ ഒരു എഫക്റ്റിനെ റോ ആയിട്ടും ഒരു എഫക്റ്റിനെ കോളമായിട്ടും അതുപോലെ മൂന്നാമത്തെ എഫക്റ്റിനെ നമ്മൾ ആ ഒരു സെല്ല് നമ്മൾ എഴുതുന്ന ആ ഒരു ലെറ്റേഴ്സായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് താഴോട്ട് നമ്മൾ പറയാം. The treatments are allocated to the rows and the columns such that each treatment occurs once and only once in each row and each column. അപ്പം ഒരു റോയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വട്ടേ വരുള്ളൂ, അതുപോലെ ഒരു കോളത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വട്ടേ വരത്തുള്ളൂ. In order to allocate the treatment to the experimental units in rows and column, we take help from Latin squares. അപ്പോൾ എന്താണ് ലാറ്റിൻ സ്ക്വയർ എന്നാണ് പറയുന്നത്? A Latin square of order P is an arrangement of P square symbols in cells. അപ്പോൾ ലാറ്റിൻ സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ക്വയറാണ്. അവിടെ P സിമ്പിൾസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. P സിമ്പിൾസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അറേഞ്ച്ഡ് ഇൻ P rows and P columns such that each symbol occur once and only once in each row and each column. For example, to write a Latin square of order 4, അവിടെ 4 ഓർഡറുള്ള ലാറ്റിൻ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അവിടെ 4 സിമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക, ABCD. യൂഷ്വലി ലാറ്റിൻ വേർഡ്സ് എന്ന് പറയുന്നത് ABCD എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്സ് ആണല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. ദീസ് ലെറ്റേഴ്സ് ആർ ലാറ്റിൻ ലെറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് സിമ്പിൾസ്. റൈറ്റ് ദം ഇൻ എ വേ സച്ച് ദാറ്റ് ഈച്ച് ഓഫ് ദ ലെറ്റേഴ്സ് ഔട്ട് ഓഫ് A, B, C and D occurs once and only once in each row and each column. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഒരു കോളത്തിൽ ഒരു ലെറ്റർ ഒരു വട്ടം വരാൻ പാടുള്ളൂ, ഒരു റോയിലും ഒരു ലെറ്റർ ഒരു വട്ടം വരാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതുന്ന ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ ലാറ്റിൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, ഇതിനാണ് ദിസ് ലാറ്റിൻ സ്ക്വയർ ഓഫ് ഓർഡർ 4. We consider first the following example to illustrate how a Latin square is used to allocate the treatments and in getting the response. അപ്പോൾ 3 ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ലാറ്റിൻ സ്ക്വയർ യൂസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
Suppose different brands of petrol are to be compared with respect to the mileage per liter achieved in motor cars. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെട്രോളിന് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ കമ്പാരിസൺ ആണ് നടത്തേണ്ടത്. അപ്പോൾ നമുക്കത് എന്തിനെയൊക്കെ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യും? ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ വേരിയേഷൻ ഇൻ മൈലേജ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ കാർസ്. അപ്പോൾ കാറുകളുടെ ഡിഫറൻസ് കൊണ്ടും കാറുകളുടെ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടാവും. അതുപോലെ ഡിഫറൻസ് ഇൻ ദ ഡ്രൈവിംഗ് ഹാബിറ്റ് ഓഫ് ഡ്രൈവേഴ്സിൻ്റെ ഡ്രൈവേഴ്സ് എങ്ങനെ അത് യൂസ് ചെയ്യുന്നു അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാകും. അപ്പോൾ ഇവിടെ 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെന്താണ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് പെട്രോളാണ്, രണ്ടാമത്തെ ഡിഫറെൻറ്റ് കാർസാണ്, മൂന്നാമത്തെ ഡിഫറെൻറ്റ് ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഈ 3 ഫാക്ടറും കൂടെ എന്തിനെ എഫക്റ്റ് ചെയ്യും? മൈലേജ് പെർ ലിറ്റർ അച്ചീവ്ഡ് ബൈ മോട്ടോർ കാർ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സും ഈ ഒരു പ്രോബ്ലത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് 3 ഫാക്ടേഴ്സ്: കാർസ്, ഡ്രൈവേഴ്സ് ആൻഡ് പെട്രോൾ ബ്രാൻഡ്. സപ്പോസ് വി ഹാവ്, നമ്മൾ എടുക്കുന്നു 4 ടൈപ്പ് ഓഫ് കാർ. നമ്മളെല്ലാ ഓരോ ഫാക്ടറിൻ്റെ 4 ലെവൽ വീതമാണ് എടുക്കുന്നത്. ഈക്വൽ ലെവലാണ് എടുക്കുക കേട്ടോ. അവിടെ നമുക്ക് ബ്ലോക്കും നമ്പർ ഓഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, 3 ഫാക്ടറിൻ്റെയും ഒരേ ലെവലാണ് നമ്മൾ എടുക്കുന്നത്. ആ 4 ടൈപ്പ് ഓഫ് കാർസ് 1, 2, 3 and 4 ഡ്രൈവേഴ്സ് നമ്മൾ ABCD എന്നാണ് ഡിനോട്ട് ചെയ്തത്. 4 ബ്രാൻഡ്സ് ഓഫ് പെട്രോളിയം, ക്യാപിറ്റൽ ABCD. നൗ ദ കംപ്ലീറ്റ് റെപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും 4 ലെവലാണ് എടുത്തത്. അങ്ങനെ നമ്മളിപ്പം RBDക്ക് പറയുവാണെങ്കിൽ അവിടെ B ബ്ലോക്കും B ട്രീറ്റ്മെൻറ്റ്സ് വരുമ്പം മൊത്തം എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് B/V ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഫാക്ടേഴ്സിനെ 4 ലെവൽസാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി നമുക്ക് എത്ര എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് വേണം? 4 × 4 64 വേണം. പക്ഷേ നമ്മൾ 16 യൂണിറ്റ്സ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സേ എടുക്കുന്നുള്ളൂ. വി ചൂസ് സച്ച് 16 എക്സ്പെരിമെൻറ്റ്സ്. വി ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ലാറ്റിൻ സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് 16 എക്സ്പെരിമെൻ്റ് യൂണിറ്റ്സ് എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ 64 കമ്പയർ ചെയ്യുമ്പം 64 കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. സപ്പോസ് വി ചൂസ് ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ ഈ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എടുക്കും. Write them in rows and column and choose row for drivers, column for cars and letter for petrol brands. The 16 observations are recorded as per this plan of treatment combination and further analysis is carried out. Since such design is based on Latin square, it is called as Latin square design. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിനെയാണ് നമ്മൾ ലാറ്റിൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ ലാറ്റിൻ സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ ഈ കോളമായിട്ട് എടുത്തേക്കുന്നത് കോളം നമ്മൾ 1, 2, 3, 4 നമ്മൾ 1, 2, 3, 4 എടുത്ത ടൈപ്പ് ഓഫ് കാർസ് അല്ലേ. അപ്പം ഈ ഓരോ കോളം എന്ന് പറയുന്നത് കോളം എഫക്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കാറാണ്. റോ എഫക്റ്റ് ഡ്രൈവേഴ്സാണ്. അതുപോലെ അതിൽ ഡിനോട്ട് ചെയ്ത ABCD അതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡ്രൈവേഴ്സാണ്. അപ്പം ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് മൊത്തത്തിൽ അവിടെ ക്യാപിറ്റൽ ഡ്രൈവർ A വിൽ യൂസ് പെട്രോൾ A ഇൻ കാർ 1. അപ്പോൾ അവിടെ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡ്രൈവർ A വിൽ യൂസ് പെട്രോൾ A ഇൻ കാർ 1 എന്ന് വെച്ചാൽ A എന്ന് പറയുന്ന ഡ്രൈവർ ഈ ക്യാപിറ്റൽ A പെട്രോൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ കാർ യൂസ് ചെയ്യുന്നു. അതാണ് ആ ഒരു ഡിനോട്ട് ചെയ്ത് മനസ്സിലായില്ലേ? റോ എന്ന് പറയുന്നത് ഡ്രൈവർ, കോളം എന്ന് പറയുന്ന കാറ്, അതിൽ ഡിനോട്ട് ചെയ്ത ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെട്രോള്. പിന്നെ അതുപോലെ ഈ C എന്ന് പറയുന്ന അവിടെ ഡ്രൈവർ C എന്ന് പറയുന്ന സെക്കൻഡ് കോളത്തിൽ ഇപ്പോൾ അവിടെ ആരോ ഇട്ട് കാണിച്ചില്ലേ? B എന്ന് പറയുന്ന ഡ്രൈവർ സെക്കൻഡ് ടൈപ്പ് ഓഫ് കാർ കൊണ്ട് C എന്ന് പറയുന്ന പെട്രോൾ യൂസ് ചെയ്യുന്നു. അതാണ് ആ C എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ABCD ഇതിലുള്ള ആ കുഞ്ഞി സ്ക്വയറിന് നമ്മൾ യൂഷ്വലി ലാറ്റിൻ സ്ക്വയർ എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയും. അനദർ ചോയ്സ് ഓഫ് എ ലാറ്റിൻ സ്ക്വയർ ഓഫ് ഓർഡർ 4 ഈസ്. അപ്പോൾ നമുക്ക് ഈ ലാറ്റിൻ സ്ക്വയറിൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ലെറ്റർ ഒരു വട്ടം, ഒരു റോയിൽ ഒരു ലെറ്റർ ഒരു വട്ടം വരണം, ഒരു കോളത്തിൽ ലെറ്റർ ഒരു വട്ടം വരണം, അങ്ങനെയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ അല്ലാണ്ട് നമുക്ക് ഈ താഴെ കാണിച്ചിരിക്കുന്നത് നമുക്ക് CBAD BCAD ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ദിസ് വിൽ അഗെയിൻ ഗിവ് എ ഡിസൈൻ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് വൺ. അപ്പോൾ ഇതും എന്ന് പറയുന്നത് രണ്ടും നമുക്ക് അതുപോലെ തന്നെയുള്ള വേറൊരു ഡിഫറെൻറ്റ് ഡിസൈൻ തന്നു. The 16 observation will be recorded again but based on different treatment combination. Since we use only 16 out of 64 possible observations,
So it is an incomplete three-way layout in which each of the three factors, cars, driver and petrol brands, are at 4 levels, and the observations are recorded only on 16 of the 64 possible treatment combination. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി നമുക്ക് 64 എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എടുക്കണമായിരുന്നു. കാരണം ഓരോ ഫാക്ടറിൻ്റെയും 4 ലെവലാണ് എടുത്തത്. 3 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ 3 ഫാക്ടേഴ്സിനെയും 4 ലെവലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ 4x4 എന്താണ് 4x4 64 ഒബ്സർവേഷൻസ് എടുക്കാനായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെരിമെൻറ്റ് കോസ്റ്റ് ആൻഡ് കൺസ്യൂമിങ് കുറയാൻ വേണ്ടിയിട്ട്, ടൈമും കോസ്റ്റും കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഒരു ലാറ്റിൻ സ്ക്വയർ ഡിസൈനിലോട്ട് മാറ്റിയിട്ട് നമ്മൾ 16 എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് കൊണ്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഒരു റിഡക്ഷൻ വന്നു. 64 നിന്നും 16 ഒരു റിഡക്ഷൻ വന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ എന്നും പറയും. ഈ ഒരു ലാറ്റിൻ സ്ക്വയർ ഡിസൈനെ ഇൻകംപ്ലീറ്റ് 3-way ലേഔട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ എന്നും പറയും. Thus in LSD, the treatment are grouped into replication in 2 ways, once in rows and once in columns. അപ്പം നമ്മളിവിടെ റെപ്ലിക്കേഷൻ നടത്തുമ്പം ഓരോ കോളത്തിലും എന്ത് വരുന്നുണ്ട്, ഓരോ യൂണിറ്റ് വരുന്നുണ്ട്, ഓരോ റോയിലും ഓരോ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. റോസ് ആൻഡ് കോളം വേരിയേഷൻസ് ആർ എലിമിനേറ്റഡ് ഫ്രം വിത്തിൻ ദ ട്രീറ്റ്മെൻറ്റ് വേരിയേഷൻ. In RBD, the experimental units are divided into homogeneous blocks according to the block factor. Hence, it eliminates the difference among blocks from the experimental error. അപ്പോൾ RBD നമ്മൾ ബ്ലോക്ക് ആക്കി കഴിയുന്നതുകൊണ്ട് ആ ഒരു എറർ അവിടെ മിനിമൈസ് ചെയ്യും. ഇൻ LSD, the experimental units are grouped according to 2 factors. അവിടെ RBDയിൽ ഒരു ഫാക്ടറിൻ്റെ ബേസിലായിരുന്നു നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയതെങ്കിൽ ഇവിടെ 2 ഫാക്ടേഴ്സിൻ്റെ ബേസിൽ ആണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. സോ എക്സ്പെരിമെൻ്റൽ എറർ എന്ന് പറയുന്നത് ഒന്നും കൂടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ എറർ വേരിയൻസ് ക്യാൻ ബി കൺസിഡർ. അപ്പം LSDയിലാണ് മിനിമം എറർ വരുന്നത്. The LSD is an incomplete 3-way layout in which each of the 3 factors, row, column and treatment, is at V levels. Each and observations only on V square of the V cube possible. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ലെവൽസ് ഉണ്ടെങ്കിൽ 4 ക്യൂബിന് പകരം 4 സ്ക്വയർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ 4 സ്ക്വയർ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഇൻകംപ്ലീറ്റ് 3-way ലേഔട്ട് ആണ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ്